പ്രിയപ്പെട്ടവരെ, യിൽ വന്നിട്ട് നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് സ്വന്തമാക്കാൻ വേണ്ടി, ഒരു കച്ചവടമൊക്കെ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വളരെ കഷ്ടപ്പെട്ട് കെട്ടുതാലി പോലും പണയപ്പെടുത്തിയിട്ട് കാശുണ്ടാക്കി ലൈസൻസ് എടുക്കും. ഒരു സ്ഥാപനത്തിൻ്റെ അന്തരീക്ഷമെല്ലാം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആനയെ വാങ്ങാം, പക്ഷേ തോട്ടി കിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ പല ബാങ്കുകളും സമയത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാതെ കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നിരവധി മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10-25 വർഷമായിട്ട് ഈ മേഖലയിൽ ഇവിടെ യിൽ മാധ്യമരംഗത്ത് നിൽക്കുന്ന എൻ്റെ മുന്നിലേക്ക് വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ അടുത്തൊരു മലയാളിയെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ഫീസും വാങ്ങാതെ അദ്ദേഹത്തിന് പറ്റുന്ന ചില ബാങ്കുകളിൽ അദ്ദേഹത്തിൻ്റെ പരിചയം എന്ന് വെച്ചാൽ ബാങ്കിങ് മേഖലയിലായിരുന്നു. തികച്ചും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി തൻ്റെ മുന്നിലേക്ക് വന്നിട്ട് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന ആളുകൾക്ക് ഒരു കാശും വാങ്ങാതെ അദ്ദേഹം ബാങ്ക് അക്കൗണ്ടുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന വിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ദുബായ് വാർത്ത ഇന്നിവിടെ വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ കിസൈസിലെ അൽത്വാർ സെൻറ്ററിനടുത്ത് എമിറേറ്റ്സ് ഇസ്ലാമിക് ആ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് ബാങ്ക് അക്കൗണ്ട് കിട്ടും എന്നുള്ളതാണ്. മിസ്റ്റർ ഹനീഫ് എന്നാണ്. അദ്ദേഹത്തെ കാണണം, പരിചയപ്പെടണം. എങ്ങനെയെല്ലാം നമുക്ക് കാശ് ചെലവാക്കാതെ ചില കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനും, ഇങ്ങനെയുള്ള ആളുകൾ ബിസിനസ് രംഗത്തൊക്കെ അഡ്വൈസറി ലെവലിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താനും, ഇതിനു വേണ്ടി കാശ് മുടക്കി ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ആശ്വാസമാകാനും വേണ്ടിയാണ് മിസ്റ്റർ ഹനീഫിനെ ദുബായ് വാർത്ത പരിചയപ്പെടുത്തുന്നത്. കെട്ടുതാലി പണയപ്പെടുത്തിയിട്ടാണ് ഒരു കച്ചവടം പലരും തുടങ്ങുന്നത്. ഇപ്പോൾ മിസ്റ്റർ ഹനീഫ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയൊരു മാറ്റം, അതൊരു ഒരുപക്ഷെ ഈ 10-15 വർഷത്തിലധികമായിട്ടുള്ള ബാങ്കിങ് എക്സ്പീരിയൻസിൽ നിന്ന്, കുറേ കോണ്ടാക്റ്റിൽ നിന്നും ഏറ്റവും കുറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു 3-4 ബാങ്കിൽ നിന്നെങ്കിലും തികച്ചും ഫ്രീ ആയിട്ട് ആളുകൾക്ക് ഇത് എടുത്തു കൊടുക്കുന്നു. അതും 0 ബാലൻസ് ഉള്ള അക്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ളതാണ് അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശയത്തിലേക്ക് വന്നത്? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിസിനസ് ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ഹേർഡിലായിട്ടാണ് പലരും കാണുന്നത്. അതിപ്പം ഡയറക്റ്റ് ബാങ്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ സാധാരണ ഒരാൾ അത് കണ്ട് ഇത് എന്നെ കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരും. അതെ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങളിവിടെ ഒരു ബാങ്കിങ് ലൈസൻസ് തന്നെ എടുത്തിട്ട് ഞങ്ങളെ കമ്പനിയെ ബാങ്ക്സുമായിട്ട് എംപാനൽ ചെയ്തു, ഒഫീഷ്യൽ ചാനൽ പാർട്ട്ണർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കമ്പനി ഈ പല ബാങ്കുകളുടെയും ചാനൽ പാർട്ട്ണറാണ്, ഒഫീഷ്യൽ ചാനൽ പാർട്ട്നേഴ്സാണ്. ഓക്കെ. അപ്പം അത് വെച്ച് ഞങ്ങൾക്ക് കസ്റ്റമറുടെ ഓൺബോർഡിംഗ് പ്രോസസ്സ് ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് ഞങ്ങൾ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾ ബാങ്കുമായിട്ട് സംസാരിച്ച് അപ്രൂവൽ വാങ്ങിച്ചു കൊടുക്കും. ഇതാണ് പ്രോസസ്സ്. ഇതിലുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമർ ഡോക്യുമെൻറ്റ്സ് വേണ്ട രീതിയിൽ പഠിച്ച് വെരിഫൈ ചെയ്ത് വേണ്ട കൺസൾട്ടേഷൻ കസ്റ്റമറിന് കൊടുത്ത് ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഞങ്ങൾ സാധാരണയിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേഗമായി ഒരു ക്ലൂ ഇല്ലാതെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കും. ഞങ്ങളടുത്താകുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ലൈവ് സ്റ്റേറ്റസ് അപ്ഡേറ്റ്സ് ഒഫീഷ്യലി ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് കസ്റ്റമറിന് കൊടുക്കും. അത് മാത്രമല്ല, സാധാരണ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള കോൺസെപ്റ്റ് നിന്ന് മാറിയിട്ട് ഞങ്ങൾ അർജൻറ്റ് പ്രയോറിറ്റി എല്ലാം മനസ്സിലാക്കി അതുപോലെ ബാങ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങിച്ചു കൊടുക്കും. ചില ബാങ്കുകൾ, അപ്പോൾ ബാങ്കുകൾ നിങ്ങളോട് പരിഭവിക്കരുത്. ചെല്ലുമ്പോൾ ഒരുത്തൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു സ്ഥാപനം ആരംഭിച്ചിട്ട് അവിടെ പോയിട്ടൊരു അക്കൗണ്ട് ഏതായാലും വേണമല്ലോ. ചെല്ലുമ്പോൾ പറയുന്നത് ഇത്ര $1000 അല്ലെങ്കിൽ ദിർഹം ഡെപ്പോസിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. എന്ത് ചെയ്യും? അല്ലെങ്കിൽ തന്നെ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയ സ്വപ്നമാണ് ലൈസൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്, ഒരു സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത്. ഇവിടെ വന്ന് എത്രയോ ആളുകൾ പണ്ട് 10-50 വർഷം 60 വർഷമായിട്ട് ഇവിടെ വന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട്. അന്നൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയൊക്കെ വന്നത്. അതിൻ്റെ പരിഹാരമാണ് മിസ്റ്റർ ഹനീഫ് പറയുന്നത്. മുഹമ്മദ് ഹനീഫ് ഒരുപാട് ബാങ്കുകളിൽ ജോലി ചെയ്തു. അതുപോലെ കൂടെ ഉള്ളവരും ഒരുപാട് ബാങ്കിലെ എക്സ്പേർട്സ് ആണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്നറിയാം. ഇപ്പോൾ ഇവിടുത്തെ മിസ്റ്റർ ബസാസ് ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മിസ്റ്റർ റാഷിദ് നോക്കുമ്പോൾ അദ്ദേഹത്തിനും ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ആരെ കണ്ടാലും ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ അപ്പോൾ എന്താ വരുമാനം ഇവർക്ക്? സ്വാഭാവികമായിട്ടും യിലുള്ള മൊത്തം ഫ്രീ സോണുകളുമായിട്ടും ചാനൽ പാർട്ണർഷിപ്പ്, പരസ്യമൊന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ ഒന്നും മീഡിയയിൽ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തെ ഒരു ചാനലിലോ കണ്ടിട്ടുണ്ടോ? അവർ വളരെ കാര്യമായിട്ട്, വളരെ സൈലൻ്റായിട്ട് ഒരുപാട് ക്ലയൻറ്റുകൾക്ക് സേവനം കൊടുത്തുകൊണ്ട് ഒന്ന് ഗൂഗിൾ റിവ്യൂ, ഞങ്ങൾ ആദ്യം വന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് ഗൂഗിൾ റിവ്യൂ നോക്കുമ്പോൾ മോർ ദാൻ 700 വളരെ പോസിറ്റീവായിട്ടുള്ള 5 സ്റ്റാർ റേറ്റിംഗിൽ കിടക്കുന്ന അപൂർവ കമ്പനികളിലൊന്നാണ് ദുബായിലെ.
കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അതായത് ഷാംലി ആ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞില്ല, ഗ്രൂപ്പിൻ്റെ പേര് പറയുന്ന പ്രസക്തമല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇങ്ങനെയുള്ള വ്യക്തികൾ ബിസിനസ് രംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബിസിനസ് ചെയ്യാൻ ഒരു എനർജി കിട്ടും. ആ എനർജി പ്രൊവൈഡർ എന്ന രൂപത്തിലാണ് മിസ്റ്റർ ഹനീഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി താല്പര്യം. ഈ ഷാമിലി ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം. ഇവിടെ വലിയ ഓഫീസ്, 12,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസ്, കാരണം ടാക്സിൻ്റെ ഓഫീസുണ്ട്, ഫ്രീ സോണുകളുടെ എല്ലാറ്റിൻ്റെയും കൺസൾട്ടൻസി ഉണ്ട്, ഒപ്പം ഈ ബാങ്കിങ്ങിൻ്റെ കൺസൾട്ടൻസി ഉണ്ട്. ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തെ ഡയറക്റ്റ് ഏത് പാതിരാത്രിയും നമുക്ക് കിട്ടും. ആ നമ്പറിൽ ഞങ്ങൾ വിളിച്ച് ഉറപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ വാട്സപ്പ് അയയ്ക്കുക 054. ഇനി അതർ കൺട്രീസിലൊക്കെ ആണെങ്കിൽ 00971554 എന്നിട്ട് 3258099 ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. രാത്രിയും പകലുമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും 1-2 ദിവസം കൊണ്ട് അദ്ദേഹം അതിൻ്റെ പരിഹാരം ഉണ്ടാക്കി തന്നൊരു ബാങ്ക് അക്കൗണ്ട് കിട്ടും. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ബാങ്ക് ഉണ്ടാവുമല്ലോ, എന്താ പരിഹാരം? ഉണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 18+ ബാങ്ക്സുമായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പിന്നെ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്ത ബാങ്ക്സ് അതല്ലാത്ത ആ ലിസ്റ്റിൽ പെടാത്ത ബാങ്ക്സ് ആണെങ്കിൽ അതിനും പരിഹാരമുണ്ട്. അതിലും ഞങ്ങൾക്ക് ടൈപ്സ് ഉണ്ട്. അതിന് ഒരു ഫീസ് ഉണ്ടാവും, അതും റീസണബിൾ ആയിട്ടുള്ള ഫീസ് ആയിരിക്കും. അത് വെച്ചിട്ട് റിലേഷൻഷിപ്പ് മാനേജർ വേണ്ട ബാങ്കാണ്, അതല്ലാത്തതാണ്. എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് ബിസിനസിൻ്റെ സ്കെയിൽ അനുസരിച്ച് അവർക്ക് വേണ്ട ഫെസിലിറ്റി അനുസരിച്ച് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ദാനം കിട്ടുന്ന പശുവിൻ്റെ പല്ലെണ്ണാൻ നിൽക്കണ്ട. അതായത് നമുക്ക് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വലിയ ബാങ്ക് ഉണ്ട്, ഇങ്ങനത്തെ അക്കൗണ്ട് തന്നെ കിട്ടണമെങ്കിൽ അവരുടെ ഫീസുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കിട്ടും. മാത്രമല്ല വാറ്റ് രജിസ്ട്രേഷൻ, കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ, ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഇനി ഇതൊന്നും വേണ്ട, ഇദ്ദേഹം പറയുന്ന സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ഓഫീസിൽ വരൂ, അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കൂ, ജസ്റ്റ് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യൂ. നിങ്ങൾ ഒരു സർവീസും ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞ സത്യസന്ധത കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഉറപ്പല്ലേ? യെസ്, ഉറപ്പാണ്. ഒരു ബിസിനസ്സും ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുമായിട്ട്. അതെ, ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി തന്നെ അതാണ്. ഇപ്പം ഞങ്ങളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് കൊട്ടേഷൻ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ കൊട്ടേഷൻ കമ്പനിയല്ല, കൊട്ടേഷൻ കൊടുക്കാറില്ല. ഞങ്ങൾ ചെയ്യാറ് ഫസ്റ്റ് നിങ്ങളുടെ ബിസിനസ് മനസ്സിലാക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ തരുന്നു, സൊല്യൂഷൻ തരുന്നു. ചില കസ്റ്റമേഴ്സ് വന്ന് ബിസിനസ് ഫോർമേഷൻ ചെയ്യാതെ പോയതുണ്ട്, സർവീസ് എടുക്കാതെ പോയതുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരും, വന്നിട്ട് പറയും യെസ് കറക്റ്റാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ, ഞങ്ങൾ വേറെയും ചെക്ക് ചെയ്തു, ഞങ്ങൾ വുഡ് ലൈക്ക് ടു ഗോ വിത്ത് ഇറ്റ്. അതുപോലെ തെക്ക് വടക്ക് അബുദാബിയിൽ അങ്ങ് മസ്ദാർ മുതൽ വടക്കങ്ങ് റാസൽ ഖൈമയിലെ ഫ്രീ സോണുകൾ വരെയുള്ള എല്ലാ ഫ്രീ സോണുകളുമായിട്ടുള്ള ചാനൽ പാർട്ണർഷിപ്പ് കിട്ടിയിരിക്കുന്ന അപൂർവ കമ്പനി എന്ന രൂപത്തിൽ കൂടി ഷാമിലി ഗ്രൂപ്പിനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഏതെങ്കിലും 1-2 ഫ്രീ സോണുകളുടെ മാത്രം പാർട്ട്ണറല്ല, എല്ലായിടത്തും ഒരു പ്രീമിയം ലെവൽ പാർട്ണർഷിപ്പിൽ നിന്നുകൊണ്ടാണ്. അതെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ലൈസൻസ് വേണോ, എക്സ്റ്റേണൽ അപ്രൂവൽ വേണോ, എല്ലാം എടുത്തു തരും. പക്ഷേ അതിനൊന്നും തൽക്കാലം ഞങ്ങൾ ഈ പറയുന്ന ടൈം ഫ്രെയിമിൽ ഒരു സർവീസ് ഫീസുകൾ കൊടുക്കേണ്ട. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം 2026 ജനുവരി 26 അന്ന് വരെയുള്ള ഒരു സർവീസ് ഫീസും നിങ്ങളിവിടെ വന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ വേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉറപ്പ്. അതൊരു സ്പെഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് മിസ്റ്റർ ഹനീഫിൻ്റെ ഭാഗത്തുള്ള കാര്യമായിട്ട് കാണാം. ടാക്സിന് വേണ്ടിയിട്ട് ഞങ്ങളടുത്ത് ഇൻഹൗസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്. അപ്പം പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള കൺസൾട്ടേഷനും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ടാക്സിന്റെ നിയമങ്ങളൊക്കെ കർശനമായിട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനുവരി 1 മുതൽ വളരെ കർശനമായി മാറുകയാണ്. അതുപോലെ നിങ്ങൾ ഈ POS മെഷീൻ കൊടുക്കില്ലേ? POS മെഷീൻ കൊടുക്കുന്നത് നമുക്ക് ഒരു ഗ്രോസറി അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഇപ്പോഴും കാർഡ് ഉപയോഗിക്കുന്നില്ല. പലരും പറയും ഞങ്ങളുടെ പൈസ ഒരുപാട് പോകും. പക്ഷേ ഏറ്റവും പൈസ പോകാത്ത വളരെ ചെറിയ ഫീസിൽ ചെയ്യാൻ പറ്റുന്ന POS മെഷീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഇവർ ചെയ്തു തരുമെന്നും പറഞ്ഞ് ഈ കാലയളവിലെ, അല്ലെങ്കിൽ അവർക്ക് ഓരോ ഫീസ് കൊടുക്കണം, 50, 100, 200 എത്ര ചോദിച്ചാലും കൊടുക്കണം. പക്ഷേ ജനുവരി 26 വരെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഫ്രീ ആണ്. ഒരു കൂടി നമ്പർ പറയാം, UAE നമ്പറാണ് 054-325-8099 അല്ലേ? യെസ്, അതെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇനി കാണുമ്പോൾ ഒരുപാട് പേർക്ക് സൗജന്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് അവരുടെ കമ്പനിക്ക് വേണ്ടിയുള്ള, ഞങ്ങൾ പറഞ്ഞു നേരത്തെ, ആന ഒപ്പം തോട്ടി, ഇത് രണ്ടും കൂടെ കിട്ടുന്ന വിധത്തിൽ സജ്ജമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സന്തോഷമായിട്ട് ആൾക്കാർ പോകട്ടെ. മിസ്റ്റർ ഹനീഫ് സന്തോഷമാവട്ടെ. താങ്ക് യു വെരി മച്ച്.